ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെ വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് സുഖമായിട്ട് പോകണം. ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല. തല്ലുകൂട്ടം തീർക്കണമെങ്കിൽ ഇപ്പൊ രണ്ടുപേരെ നിർത്തണം. എന്തിയേ കണ്ട അവൻ ആരോ മണ്ണ് നോക്കിയേ, അവിടുന്ന് തല്ലുകൂടിയതേ എന്റെ മടിയിലിരുന്നു. ഇപ്പൊ അടുത്തവൻ ഇപ്പൊ ഇറങ്ങൂട്ടാ മോളിന്ന്. അതിന് ആ സാധനം ഇങ്ങനെ പി 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 കിട്ടിയേക്കണ കാരണം അങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. ആ പി 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 പാട്ട് പാടി കൊടുത്തേ. പാട്ട് അമ്മാമ്മ പഠിപ്പിച്ച പാട്ട് പാടി കൊടുത്തേ. ആ വാ വാ വോ വാവേ ഉമ്മകൾ സമ്മാനം. പിന്നെ 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 ഏതൊക്കെ പാട്ടുകൾ അമ്മാമ്മ പഠിപ്പിച്ചു കൊടുക്കണ്ടാ? വേറൊരു പാട്ട് പഠിപ്പിച്ചു കൊടുത്തേ. വേറൊരു ബെല്ലടിച്ച് സൈക്കിളിന്റെ ബെല്ലടിച്ച് അമ്മാമ്മയുടെ കൊറേ പാട്ട് കളക്ഷൻ ഉണ്ട്. പാട്ട് ഇറക്കാൻ സൈക്കിളിന്റെ ബെല്ലടിച്ച് അത് പാടി അത് പാടി തരും. അത് മറന്നുപോയി. അമ്മാമ്മ പാട്. അമ്മാമ്മയുടെ ഗായികനെ നമുക്ക് പുറത്തേക്ക് ഇറക്കാം. അത് വേറെ പാട്ട് പാടിയേ, തമ്പായിയുടെ പാട്ട്. ആ ഒരു പാട്ടുണ്ട് കേട്ടാ. അമ്മച്ചി യൂട്യൂബിൽ ഒരു പാട്ട് വെച്ച് കൊടുത്തത്. സ്തുതി 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 അമ്മാമ്മ പിള്ളേർക്ക് വെച്ച് കൊടുക്കണ പാട്ട്. പിന്നെ ആദ്യം വന്നപ്പോ തുടങ്ങിയ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. നന്ദി ദൈവമേ പാട്ട് നമ്മള് പ്രാർത്ഥന ചെയ്യുമ്പോ പാടുന്നത് കേട്ടിട്ട് പഠിച്ചേക്കുന്നത്. എന്താ കൊച്ചിനെ പാട്ട് പഠിപ്പിക്കണേ അമ്മാമ്മയുടെ പണി. ഞാൻ ഉറക്കത്തിൽ നിന്ന് എനിച്ചിട്ടാ. ഇന്നലെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. വേറെ ഒന്നുമല്ല, ഇന്നലെ മഴയുണ്ടായിരുന്നു, അതുപോലെ അധികം ചൂടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ചൂടെടുക്കലുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരും നല്ല പോലെ ഉറങ്ങി. കൊതുക് കുറവുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇന്നലെ ഫുള്ള് ഉറങ്ങണതിന് മുന്നേ ബാഗിലെടുത്ത് എല്ലാത്തിനും കൊന്നാലും ചെറുത് വരാറുണ്ട്. ഇന്നലെ ഇപ്പൊ അധികം കൊതുകളില്ലാത്ത കാരണം പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഉറങ്ങാൻ പറ്റിയിട്ടാ. അമിച്ച് രാവിലെ തന്നെ കായും പയറും ഉപ്പേരി വയ്ക്കാൻ വേണ്ടിട്ട് ഉള്ളിയും ചുവന്നുള്ളിയും ചതച്ചോണ്ടിരിക്കട്ടെ. ഞാൻ അവിടത്തെ കായും പയറും പേടിച്ച് വന്നെ. എനിക്ക് ഇവിടെ വന്നപ്പോ കായും പയറും അവിടെ പയറൊന്നും ഇഷ്ടമല്ല. അവിടെ മിക്ക ദിവസം പയറനിയാ. ആരെടുക്കാതെ അവരെടുക്കാതെ. ആ രണ്ടുപേരും വന്നുട്ടാ. അയ്യോ നോക്കിയേ, അമ്മച്ചിനെ പയറും കായും ഉപ്പേരി വയ്ക്കാൻ പോണ്. പിന്നെ ചായ വെച്ചിട്ടുണ്ട്. അപ്പച്ചൻ പോയിട്ടാ. എന്നിട്ട് ആദ്യത്തിന്റെ കയ്യിന്ന് വെറുതെ ആദ്യം ചായ കുച്ചി വായോ. ചായ ആദ്യത്തിന്റെ കുഞ്ഞി കപ്പ് ഇതണ്ടാ. ചൂമാമയോട് രണ്ട് മക്കള് വന്നിക്കണൊക്കെ അടുക്കളയില്. എസ്കോട്ട് ദേ പോണ് അടുത്തവൻ. അവന് നിക്കാൻ നേരില്ല. ഇപ്പൊ എങ്ങനെ നടക്കണം? അതന്നെ നടക്കണം. കിട്ടി വെച്ചേ രാവിലെ ചായ കുടിക്കാറില്ല കേട്ടാ. രാവിലെ ചായ കുടിക്കാത് മടിയാവാറ്. ഒന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോ എനിക്ക് തലവേദനയൊക്കെ എടുക്കണമെങ്കിൽ കുടിക്കും, അല്ലെങ്കിൽ ഞാൻ കുടിക്കാറില്ല. ഇവിടെ വന്നേ പിന്നെ രാവിലത്തെ ചായ കൂടി ഉണ്ട്, വൈകുന്നേരത്തെ ചായ കൂടി ഉണ്ട്. 2 ചായ കുടിക്കുന്നുണ്ട് ഇപ്പൊ. എന്നെ കുറ്റം പറഞ്ഞിട്ട് അമ്മച്ചി ഇതില് മധുരം ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. എന്നോട് പറയും മധുരം അധികം കുടിക്കണ്ട, ഷുഗർ ഒക്കെ വരും, അതാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഇതില് നല്ല പോലെ പഞ്ചസാര കുറുക്കി വെച്ചേക്കാ. ഞാൻ ലേശം പഞ്ചസാര മാത്രമേ ഇടാറുള്ളൂ. പക്ഷെ ഇതിന്റെ ചായ ഞാൻ ചൂടാക്കിയതാ. എന്റെ വീണ്ടും അതിന്റെ ചൂടാറി. ഇപ്പൊ തണുത്ത എനിക്ക് പ്രാവശ്യം ചൂടാക്കി. ഇനി ചൂടാക്കാൻ മടിയുള്ളതുകൊണ്ട് ഇനി ചൂടാക്കണല്ല. ഇനിയിപ്പോ വൈകുന്നേരത്തെ ചായ ചൂടോടുകൂടി കുടിക്കും. നമ്മുടെ വീട്ടിലുണ്ടല്ലോ നല്ല ദിവസം വെയിലുള്ള ദിവസം ഇവിടുത്തെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യില്ല. അല്ലാത്ത മഴയുള്ള ദിവസം ഇവിടുത്തെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യും. ഇപ്പൊ എന്തോ പറ്റിണ്ട് വാഷിംഗ് മെഷീന്. അതിന്റെ സങ്കടത്തിൽ എനിക്ക് വിളിച്ചാൽ വരുമെന്ന് ആലോചിക്കും. ഒരു ദിവസമാണോ മിഷ്യന്റെ കേടല്ല, അവരോട് സ്വിച്ചിന്റെ കേടാണ്. സ്വിച്ചിന്റെ ലൂസ് കണക്ഷൻ എന്ന് പറഞ്ഞു. ഇപ്പൊ സാധനം ഓണാവണില്ല. ഇന്നാണെങ്കിൽ വെയിലുണ്ട്, നല്ല വെയില്. ഇന്നലാണെങ്കിൽ മഴ പെയ്തപ്പോ മെഷീൻ ഓണായി. നല്ല മഴയാണ് മിഷ്യൻ. അതിന്റെ അപ്പയുടെ വണ്ടി എവിടെ പാർക്ക് ചെയ്യാന്ന്? അപ്പുറത്താ? എപ്പത്ത്? അതെങ്ങനെ പാർക്ക് ചെയ്യിക്ക? എങ്ങനെ പറയാറ്? വണ്ടി സ്റ്റാർട്ടാക്കിടാൻ പോവാ അല്ലേ? വണ്ടി സ്റ്റാർട്ടാക്കിടാൻ പോലെ. കേടാവൂലേ? സ്റ്റാർട്ടാക്കോ? എന്റെ പയറുപ്പേര് സെറ്റ് ആയിട്ടല്ലേ.
ഒരു തുള്ളി വെള്ളം തുടിക്കാണ്ട് ആഴ്ചയിൽ വേവിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ പയറുകൂടെ കൊണ്ടുവരല് കുറവാണ്. ധരിച്ചൽ പയറാണ് ഇത്. വെള്ളം തൊടിച്ച് കഴിഞ്ഞാൽ മറ്റേ എന്നിട്ട് പറയാ ഒരു രസം ഉണ്ടാവില്ല. ആ ഇങ്ങനത്തെ പയറല്ല വീട്ടില്, നാടൻ പയറാണ് വീട്ടിലും. എനിക്ക് അരിച്ചില പയർ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇഷ്ടമല്ല, ചെവിക്കും ഇഷ്ടമല്ല. പയ്യെ പയ്യെ കാലത്ത് ഞാൻ പലകാരം ഉണ്ടാക്കുന്നത്. എന്നിട്ടെന്നാ പുട്ടുപൊടി. പുട്ടുപൊടി അല്ലല്ലോ, എന്തോ പേര് പറഞ്ഞല്ലോ. പുട്ടുപൊടി പിന്നെ ഇത്തിരി റവപ്പൊടി ഇരിക്കുന്നു, കൊയ്പുള്ളി ഇത്തിരി റവപ്പൊടി ഇരിക്കണ്ടേ, അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കണതിന് പകരം പിട്ടുണ്ടാക്കി. പിട്ട് ഇതിനെ പിട്ടുന്നുണ്ട പണ്ട് കാരണന്മാര് വെച്ച് പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ സുഖമായിട്ട് എടുത്ത് കുറച്ചെടുത്ത് പഴം കൂട്ടി കുറച്ച് കഷ്ടപ്പെടണ്ട. കൊറേ നേരം ഇതിന്റെ കൂടെ നിൽക്കണം. അതിന് പുട്ടുണ്ടാക്കിയാൽ 2 മിനിറ്റ് കൊണ്ട് ആവില്ല, അത് സെറ്റ് ആവില്ലേ. ഇതിപ്പോ അതല്ല, ഇതിനിപ്പോ ഒന്നുകൂടി ആവി കയറ്റിരുന്നോ വീണ്ടും ഒന്നുകൂടി ചൂടാക്ക. എളുപ്പപ്പണി അങ്ങനെ പറയോ? രാവിലെ ചോറൂറ്റല് കഴിഞ്ഞു. ഇവിടെ ഗ്യാസ് അടുപ്പമേ ആയതുകൊണ്ട് തന്നെ ഒട്ടകേന്ന് പറഞ്ഞ് പണികൾ കഴിഞ്ഞു. വിറക് കത്തിക്കേണ്ട ആവശ്യമില്ല, തീ കത്തിക്കണ്ട, പുകയില്ല, വെയിലില്ല, ചൂടില്ല. അതൊക്കെ ചെയ്യാൻ പറ്റാത്ത കാരണമാണ് വിറകിലല്ലോ ചെയ്തിരുന്നു. ഞാനൊക്കെ മുന്നോട്ട് ഉള്ളപ്പോ അങ്ങനെ ചെയ്യാറൊക്കെ. 2 കൊല്ലായിട്ട് ഗ്യാസ് തുണി എടുത്ത വെയിലുണ്ടെന്ന്, മഴ പെയ്യണ്ടെന്ന്. മഴ പെയ്യണോ? തുണി ഇട്ടാലെല്ലാം എടുക്കണ്ടോ? അല്ല ഇട്ടെടുക്കും തലമുട്ടിയാ വണ്ടിക്കാരൻ. ടോയ്സ് ഫുള്ള് ഇവിടെ വെതറിയിട്ടുണ്ട് രാവിലെ തന്നെ. അത് പിന്നെ പ്രത്യേകതയുള്ളോ. നമ്മുടെ വീഡിയോയില് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കമന്റ് അല്ല, 2-3 പ്രാവശ്യം ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇനി എന്താ ചെയ്യാ, അതുപോലെ തന്നെ പുതിയ വീട്ടിലേക്ക് അമ്മച്ചി അമ്മച്ചിട്ട് പോകണ്ടോന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അമ്മച്ചി പറയുന്നത് എന്താന്ന് കേൾക്കാൻ വേണ്ടിട്ടാണല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ അതിനുള്ള ഉത്തരം അമ്മച്ചി തന്നെ പറയട്ടെ എന്ന് വിചാരിച്ചു. ഈ വീടിന് എന്ത് ചെയ്യും? ഈ വീട് എന്ത് ചെയ്യണേ? ഈ വീട് ഇവിടെ തന്നെ കിടക്കും. ഇങ്ങനെ ഇത് ഞങ്ങളുടെ കാലം പോലെ ഇങ്ങനെ കിടക്കും. അത് ഉൾക്കൊള്ളുന്നില്ലേ? എന്തായാലും ഉൾക്കൊള്ളുന്നു. ഇതിപ്പോ പെട്ടെന്ന് വിറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ കിടന്നോട്ടെ, നിന്റെ പേരും അല്ല, നിനക്കിപ്പോ തന്റെ ആവശ്യം തന്നെ. എനിക്ക് ഇത് കൊണ്ടുപോയിട്ട് വേണ്ട അവിടെ കഴിഞ്ഞ് അത്യാവശ്യം ദൈവം സഹായിച്ച അവിടെ അത്യാവശ്യത്തിനുള്ള ആർക്കും ഇല്ല തല്ലുപിടുത്ത, ആർക്കും ഇല്ല ആവശ്യം. പിന്നെ ഞങ്ങൾ അവരുടെ കൂടെ പോകണല്ലോ. ഞങ്ങൾ പിന്നെ ഇനി അവിടെ അവരുടെ കൂടെ ഞങ്ങൾക്കിവിടെ വലിയൊരു ആഗ്രഹം ഒരു പുതിയ വീട് പണിത് റോഡ് സൈഡിലേക്കൊക്കെ മാറാന്നു. പിന്നെ ഈ വീടെന്ന് വെച്ചാൽ അത്ര കഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയത്. ഞങ്ങൾ ഇതിലേക്ക് മാറുമ്പോ തന്നെ ഇതിനകത്ത് പണിയൊന്നും അധികം കഴിഞ്ഞിട്ടുണ്ടായില്ല. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കാനും ഇങ്ങനെ പണികൾ ചെയ്തോണ്ടിരുന്നത്. പിന്നെ 18-ലെ വെള്ളത്തിലാണെങ്കിൽ കുറെ പിടിച്ചു കട്ടിലും ജനലൊക്കെ മാറ്റേണ്ടി വന്നു. അതൊക്കെ 18 കഴിഞ്ഞ പിന്നീട് പിന്നെ ഞങ്ങൾ ഇതൊക്കെ വലുതാക്കിയൊക്കെ പണിതത്. അപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചില്ല. വീട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്നെങ്കിൽ ആരുമില്ല മിണ്ടാനും വെക്കാനൊന്നും. അവിടെ എന്ന് വെച്ചാൽ കൊച്ചുള്ളോടത്തന്നെ നിൽക്കണ്ടല്ലോ. കൊച്ചിന്റെ കൂടെ കൊച്ചിന്റെ അനുഭവം മിണ്ടാത്തുള്ളൂ. പിന്നെ അവരുടെ കൂടെ അല്ലേ നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഈ വീട് ഒരുപാട് കഷ്ടപ്പെട്ട് പണിതേക്കണ്ട. ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സമയത്തൊക്കെ അമ്മച്ചിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ വീട് ഇപ്പൊ വിൽക്കൊന്നുമില്ല, വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതോടെ കിടക്കട്ടെ അല്ലെ. മാത്രം വിറ്റാലും കാര്യമില്ല. കാരണം അവിടെ പറമ്പ് പാടങ്ങളും സ്ഥലങ്ങളൊക്കെ വേറെ കിടക്കുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ട ഇതൊന്നും ചെയ്തിരുന്ന കാര്യം. പിന്നെ ഇത് ദൈവത്തെ വെച്ചിപ്പോ വിൽക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. അവർക്ക് എപ്പോഴും ആവശ്യം എന്ന് വെച്ചാൽ അവരെന്തെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. നമ്മുടെ കാലം വരെ അവിടെ കിടക്കും. പിന്നെ ഈ വീട് പണി നമുക്ക് ചക്കയും മാങ്ങൊക്കെ കിട്ടും. ഈ പറമ്പിലുള്ള ഇഷ്ടം പോലെ ചക്കയുണ്ട്. പിന്നെ പറമ്പുകളൊക്കെ കളയാൻ നമുക്ക് സുഖം. അപ്പൊ വേണ്ട, അതോടൊക്കെ ഡിസംബറോട് ഞങ്ങൾ ചക്കയുണ്ടത് എപ്പോഴും ചക്ക കഴിഞ്ഞാൽ അതിന് ചക്ക സാധനങ്ങളൊക്കെ. നമുക്ക് ഇവിടെ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടാ. നമുക്കിപ്പോ ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും എന്തൊരു സാധനമാണെങ്കിലും തേങ്ങ എന്തോരായിരുന്നറിയോ. കഴിയോളം ചിങ്ങമാസം വരെ ചക്കയുണ്ട് ഇവിടെ. ആ മാതിരി ചക്ക അല്ല മുൻപ് എന്തോരം തേങ്ങയൊക്കെ ഉണ്ടാവാറ്. ഇപ്പൊ നമ്മളെ മാവുകളൊക്കെ അല്ല തെങ്ങുകളൊക്കെ വെട്ടിക്കളഞ്ഞാറിഞ്ഞ അതാ മലവെള്ളം വന്നതോടുകൂടി എല്ലാ സാധനവും നശിച്ചു പോയി. വീട്ടുണ്ണി ഇതൊക്കെ പോയി. പിന്നെ ഈ പരിപാടിയുടെ സമയത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ അന്ന് റോഡൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അവിടെ തോടുണ്ട്. ആ തോട് കടന്നിട്ട് ഞങ്ങള് വീട് സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് ഈ വീട് പണിതത്. അപ്പൊ വീട് പണിയുടെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോന്നൊക്കെ സഹായിച്ചു കൊടുത്ത് എനിക്ക് ഇങ്ങനെ നീർക്കെട്ടൊന്നും ശബ്ദമില്ലാണ്ട്
ഡൈനിയയില് പോയി സഞ്ചരിച്ച് ഇവര് ശബ്ദമൊന്നും വരില്ലാതെ എറണാകുളത്ത് ഏതൊരു ആശുപത്രിയിൽ പോയി അവിടെ ചെന്നിട്ട് അവരും പറഞ്ഞത് അങ്ങനെയാ ശബ്ദമൊന്നും ഇനി ഉണ്ടാവും വരും തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് എന്തോ പിന്നെ അത് കുറെ നാളും മരുന്നുകൾ കഴിക്കേണ്ടി വന്നിട്ട് അങ്ങനെ കഴിച്ചിട്ട് ഇപ്പൊ മാറി ശരിയായി വന്നു. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് രണ്ടുപേരും ഇരിക്കണേ. ചേട്ടന് ഇതേത് ചേട്ടന് ഇരിക്കണേ? ആ ചേട്ടന് ഡാൻസ് കളിച്ച് താഴ്ത്തെടുക്കാണ് ഈ സെറ്റിമ കയറി ഇരിക്കണേ കേട്ടാ. ഏത് സമയം കണ്ണ് തെറ്റിക്കഴിഞ്ഞാ സെറ്റിമ കേട്ടാ വീഴും. എന്റെ മോനെ തന്നെ ഇറങ്ങാനും അറിയാട്ടോ അവന്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇതേ കണ്ട തന്നെ ഇറങ്ങണണ്ട, തന്നെ ഇറങ്ങുകയും ചെയ്യും തന്നെ കയറുകയും ചെയ്യും. ആ പോവാണ് കാരണേശ് എവിടേക്കാ ചേട്ടനും. അയ്യോ 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 വന്നേ. പിന്നെ എല്ലാ കാര്യത്തിനും അതെ ആദംകൂട്ടിന് അമ്മാമ്മേനെ വേണട്ടോ. അതെ ഇപ്പൊ അമ്മാമ്മ ചോരി വെക്കണം, അമ്മാമ്മ മൊറ്റ പൊറ്റി വെക്കണം, അല്ലെങ്കിൽ അവിടെ അമ്മാമ്മ ചോറ് എടുക്കാൻ പോയാ ഓടിപ്പിക്കണവനാ. ഇപ്പൊ ഇതിനിടയ്ക്ക് അമ്മാമ്മ വേണ്ട അമ്മ മതി എന്ന് പറയണവൻ അമ്മാമ്മയുടെ ഇന്ന് ചോറിനെടുപ്പ് മീൻകറി വെക്കാൻ മാങ്കറി വെക്കണ എന്ത് മാങ്ങ കൊതിയനവൻ ഇഞ്ചി പെയിനും. ആ ഇപ്പൊ എല്ലാവർക്കും വേണം പുളി. ഒരു ഇത്തിരി കൊടുക്കാൻ വെച്ചി ഒന്ന് പുളിക്കട്ടെ അപ്പൊ പോന്നോളൂ രണ്ടെണ്ണം. തുപ്പ് തുപ്പ് തുപ്പാൻ പറഞ്ഞപ്പോ തുപ്പിട്ടാ തുപ്പിയേ തുപ്പിയേ തുപ്പ് ഇഷ്ടായ പുളിയുണ്ടാ നല്ലതാ. ചിഞ്ചുക്ക മാങ്ങിയ കാക്കുറ്റി മാങ്ങ കാക്കുറ്റി മാങ്ങ കാക്കുറ്റി മാങ്ങ. അമ്മാമ്മയുടെ മാങ്ങക്കറി തിന്നണ്ട. കാക്കുറ്റി മാങ്ങ മുന്നേ ഇഷ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കൊറേ നാളെടുത്ത് തിന്നിട്ടില്ലേ കാക്കുറ്റി മാങ്ങ. അതെ കൊറേ തിന്നു എനിക്ക് വയ്യേണ്ട നിന്നെ ആശുപത്രി കൊണ്ടുപോവാൻ. ഇതിന് പുളി എന്ന് പറഞ്ഞ പ്രാന്താ. ഈ മാങ്ങക്കറി ഇന്ന് തേങ്ങപ്പാല് വീങ്ങി അമ്മച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പി അമ്മ ചേർക്ക. ഓ നോക്കിയില്ലേ എറിഞ്ഞുമ്പോൾ താഴ്ത്ത് വീട്ട മോളെ റെസിപ്പിയൊക്കെ ഓക്കെ. അതുകൊണ്ട് ചോദിച്ചേ. പിന്നെ അവൻ അതിന്റെ കുഞ്ഞു കപ്പില്ലല്ലോ അല്ലെ. എളുപ്പപ്പണി നല്ല പരിപാടിയാ. വെട്ടിമുറിക്കലുണ്ട്. അമ്മ എനിക്ക് ചെലവി തന്നല്ലേ മോളത് 5 മിനിറ്റ് കൊണ്ട് വെറുതെ ഒരു വെട്ടിമുറുക്കിടാ. ഇനിയിപ്പൊ എങ്ങനെയാ ചെലവന ഒരെണ്ണം ചെലവാം. മസാലകള് സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടു. മാങ്ങ കുരുകുരു അരിഞ്ഞ് മാങ്ങടയിലിട്ടു. ഇനി മിക്സ് ആക്കാം. വീട്ട് കണ്ട മാമ പാല് വീട് അവരെത്തിയിട്ട് ഇവിടെ എന്നിട്ട് ഇവിടെ ചെയ്യണേന്ന് അറിയണം. മാങ്ങക്കറി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതില് മറ്റേ നമ്മൾ പിഴിഞ്ഞ് വെച്ച പാല് ഒഴിക്കുക, കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ മാങ്ങക്കറി ഇന്നത്തെ ഉച്ചക്കലത്തെ സെറ്റായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.